പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ഭക്തിയുടെ മാത്രം, അതായത് ഭക്തിയിലൂടെ മാത്രം ദേവിയിലേക്ക് ചേരാനും ഭക്തിയിൽ ലയിച്ച് ഭയം മാറാനുമുള്ള വരികളാണ് പറയുന്നത്. ഭക്തിപ്രിയ, ഭക്തിഗമ്യ, ഭക്തിവശ്യ, ഭയാപഹ. ഭക്തി എന്നാൽ സേവ, സമർപ്പണം, നിഷ്ഠ, പ്രേമം, വേരുറച്ച വിശ്വാസം എന്നിവയെ ചേർത്താണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തി നമ്മളിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ നിഷ്ഠയായി ആ ഭക്തിയിൽ ഇടപെടുമ്പോൾ പ്രിയ, നിസ്വാർത്ഥമായി അങ്ങനെ പ്രിയമായി മാറുന്നു. ആർക്ക്? ദേവിക്ക്. ദേവിക്ക് നമ്മൾ പ്രിയരായി മാറുന്നു. എങ്ങനെയാണ്? ദേവിക്ക് പ്രിയമാകുമ്പോൾ ദേശത്തിനും ദേശത്തിലുള്ളവർക്കും പ്രിയപ്പെട്ടവരാകുന്നു. അപ്പോൾ ആ പ്രിയ എന്ന വാക്ക് ഉൾപ്പെടുത്തുന്നത് ഈ ഭക്തി എന്നുള്ള സേവാ, സമർപ്പണം, നിഷ്ഠ, പ്രേമം, വേരുറച്ച വിശ്വാസം എന്നിവ ചേരുമ്പോഴാണ് ഭക്തിപ്രിയ. ഭക്തിഗമ്യ, ഗം എന്നാൽ ടു ഗോ, പോവുക, ടു അറ്റൈൻ, എന്തെങ്കിലും ഒരു കാര്യം നേടുക എന്നുള്ളതാണ്. പക്ഷെ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നേടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിധി എന്ന് പറയുന്നതിന് അർത്ഥം കൂടി ഇവിടെ പറയുകയാണ്. ഡെസ്റ്റിൻഡ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ റീച്ചബിൾ, നോവബിൾ, അറിയാൻ സാധിക്കുന്നത്, എത്താൻ സാധിക്കുന്നത്, വിധിക്കപ്പെട്ടത്. അപ്പോൾ ഗമ്യ, ഭക്തിഗമ്യ, ഭക്തിയിലൂടെ ഗമിക്കുമ്പോഴാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ട് ഭക്തി വശ്യ, വശീകരണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ വശ്യ എന്നാൽ നിസ്വാർത്ഥ ഭക്തി തരുന്ന ഉള്ളിലെ വശ്യതയാണ്. നിസ്വാർത്ഥമായിരിക്കണം. ആ നിസ്വാർത്ഥത ഒരു വശ്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. ആ വശ്യത നിയന്ത്രണവും ഉണ്ടാക്കും. ആ വശ്യത കൺട്രോളബിൾ ആണ്, അൺകൺട്രോളബിൾ അല്ല. അപ്പോൾ അങ്ങനെ അൺകൺട്രോളബിൾ ആകുമ്പോൾ അഭയം ദേവി തരും. അങ്ങനെ ഭയം ഇല്ലാതാകും. അതാണ് സകല ഭയങ്ങളെയും ആപഹ, ക്ഷണനേരം കൊണ്ട് ദേവി നിർത്തും, അല്ലെങ്കിൽ തച്ചുടയ്ക്കും. അതാണ് ഭയാപഹ. ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ശംഭു എന്ന പദം നമുക്കറിയാം, ഭഗവാൻ മഹാദേവനെ വിളിക്കുന്നതാണ്. ശം ഭൂ എന്നാണ്. അതായത് സർവസ്വവും സർവവും ശാന്തമായി ശമിക്കുന്ന ഭൂ, സർവവും ശാന്തമായി ശമിക്കുന്ന ഉറവിടത്തെയാണ് ശംഭു. അങ്ങനെയുള്ള ശംഭുവിൽ നിന്നും ഉദ്ഭവിക്കുന്നത് ശാംഭവി, ശാംഭവി മുദ്ര എന്നൊക്കെ പറയും. അപ്പോൾ സ്വയംഭു തന്നെയാണ് ഇവിടെ പറയുന്നത്. അതാണ് ശാംഭവി. ശാരദ ആരാധ്യ. ശാരദ എന്നാൽ ശരത്കാലവുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥവും കൂടെ ഇവിടെ എടുക്കാം. എന്നാൽ വ്യക്തത, തെളിച്ചം ഉള്ളത്, ക്ലാരിറ്റി എന്നും കൂടെ എടുക്കണം. അപ്പോൾ ശ്രദ്ധയായുള്ള നിഷ്ഠയാണ്. ശ്രദ്ധ എന്തിലൂടെയാണ്? ജ്ഞാനം, ബുദ്ധി, വിവേകം. അത് പ്രദാനം ചെയ്യുന്ന ദേവിയെ ശാരദാംബിക എന്ന് പറയുന്നു. അങ്ങനെയുള്ള ശാരദാംബികയെ ഇവിടെ പറയുന്നു, ആരാധിക്കുന്നു. ശർവാണി, ശർവാണി എന്നാൽ ശർവ എന്നാൽ സർവ ദുഃഖ ദുരിതങ്ങളും നശിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ ദേവി. ഭഗവാൻ മഹാദേവനെയും മഹാവിഷ്ണുവിനെ വിഷ്ണു സഹസ്രനാമത്തിലും ശർവ എന്ന് പറയും. വില്ലാളി എന്നുള്ള അർത്ഥവും കൂടെ എടുക്കാം. അതായത് ശരങ്ങളാൽ, അമ്പുകളാൽ സകല തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിനാൽ ശർവ. അപ്പോൾ ഇവിടെ ശർവാണി എന്നുള്ള അർത്ഥവും അങ്ങനെ തന്നെ എടുക്കണം. ശർവാണി, ശർമ്മദായിനി. ശർമ്മ എന്നുള്ള പദം ഒരു തരത്തിൽ ദിവ്യമായ ഒരു ചർമ്മമാണ്. നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ. ആരുടെ? ദേവിയുടെ രക്ഷാകവചമായി. അത് ആനന്ദത്തിൻ്റെ ശാന്തിയുടെ രക്ഷയാണ്, ആനന്ദത്തിൻ്റെ ശാന്തിയുടെ കവചമാണ്. അങ്ങനെയുള്ള ശർമ്മത്തെ നമുക്ക് പ്രതിനിധാനം ചെയ്യുന്ന ദേവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദേവി നിസ്വാർത്ഥമായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മളും ആ ഭക്തിയിൽ ചേരുന്നു. ഭക്തിപ്രിയ, ഭക്തിഗമ്യ, ഭക്തിവശ്യ, ഭയാപഹ, ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.